സീസണിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നിൽ ബാഴ്സലോണയുടെ യുവനിരയെ നാട്ടിലേക്ക് അയച്ച് ഇന്റർ മിലാൻ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ പ്രവേശിച്ചു. അടിക്ക് തിരിച്ചടി കണ്ട ആദ്യ പാദത്തിൽ 3-3 എന്ന സ്കോറിന് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമായിരുന്നു. ആദ്യപാദ മത്സരത്തെ പോലെ ഒരു ത്രില്ലിംഗ് മത്സരം കാണാമെന്ന ഫുട്ബോൾ പ്രേമികളുടെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. ഒരു ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ വേണ്ടതെല്ലാം ഇന്നലെ ബാഴ്സയും ഇന്ററും സാൻ സീറോയിൽ ഫുട്ബോൾ പ്രേമികൾക്കായി ഒരുക്കി വച്ചിരുന്നു. ആര് ആദ്യം തുടങ്ങും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. 21-ാം മിനിറ്റിൽ ഡൂംഫ്രസിന്റെ പാസിൽ നിന്നും ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് പന്ത് പായിച്ച് ലൗതാരോ മാർട്ടീനസ് ഇന്ററിനായി ആദ്യ വെടി പൊട്ടിച്ചു. ഗോൾ തിരിച്ചടിക്കാൻ ബാഴ്സ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെ ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ലൗതാരോയെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് ഇന്ററിന് അനുകൂലമായി പെനൽറ്റി ലഭിക്കുന്നു. പെനൽറ്റി എടുത്ത തുർക്കിഷ് ക്യാപ്റ്റൻ ഹക്കൻ ചഹാൻഗ്ലൂവിന് പിഴച്ചില്ല. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇന്ററിന് 2 ഗോളിന്റെ ലീഡ്. എന്നാൽ അങ്ങ് തോറ്റുകൊടുക്കാൻ വന്നതല്ലായിരുന്നു ബാഴ്സയുടെ യുവനിര. ലമീൻ യമാൽ എന്ന 17-കാരന്റെ നേതൃത്വത്തിൽ ബാഴ്സ 2-ാം പകുതിയിൽ ആക്രമണം ശക്തമാക്കി. ഗോൾ തിരിച്ചടിക്കാനുള്ള ബാഴ്സയുടെ ശ്രമങ്ങൾക്ക് 54-ാം മിനിറ്റിൽ ഫലം കണ്ടു. ഇന്റർ മിലാന്റെ പെനാൽറ്റി ബോക്സിൽ ഒരു കൂട്ടപ്പൊരിച്ചിനൊടുവിൽ ജെറാർഡ് മാർട്ടീനസ് ഉയർത്തി നൽകിയ പന്ത് എറിക് ഗാർസിയ മനോഹരമായി വലയിലെത്തിച്ചു. ആത്മവിശ്വാസം വർദ്ധിച്ച ബാഴ്സലോണ കൂടുതൽ അപകടകാരികളായി. ജെറാർഡ് മാർട്ടീനസ് ഒരിക്കൽ കൂടി ഉയർത്തി നൽകിയ പന്ത് ശക്തമായൊരു ഹെഡറിലൂടെ വലയിലെത്തിച്ച് ഡാനി ഓൾമോ ബാഴ്സക്ക് സമനില നേടിക്കൊടുക്കുമ്പോൾ മത്സരം 60 മിനിറ്റ് പിന്നിട്ടിരുന്നു. കളി തീരാൻ 3 മിനിറ്റ് മാത്രം ശേഷിക്കെ റാഫിഞ്ഞ കൂടി സ്കോർ ചെയ്തതോടെ ഇന്റർ മത്സരം കൈവിട്ടെന്ന് തോന്നിച്ചു. എന്നാൽ മരണം വരെ പോരാടാൻ തയ്യാറായ ഇന്റർ ഇഞ്ചുറി ടൈമിന്റെ 3-ാം മിനിറ്റിൽ ഫ്രാൻസിസ്കോ അസംബ്ലിയിലൂടെ സമനില പിടിച്ചു. റഫറി ഫൈനൽ വിസിൽ മുഴക്കുമ്പോൾ സ്കോർ നില 3-3. കളി എക്സ്ട്രാ ടൈമിലേക്ക്. ഇരു ടീമുകളും ശക്തമായ ആക്രമണവുമായി കളി മുന്നേറുന്നതിനിടെ എക്സ്ട്രാ ടൈമിന്റെ 9-ാം മിനിറ്റിൽ ഡേവിഡ് ഫെറ്റേസി ഇന്റർ മിലാനായി ലീഡ് നേടി. സമനില ഗോളിനായി പരിശ്രമിച്ച ബാഴ്സയുടെ ഗോളെന്നുറച്ച നിരവധി അവസരങ്ങൾ ഇന്റർ ഗോളി യാൻ സോമറിന്റെ ഉജ്ജ്വല ഫോമിൽ നിഷ്പ്രഭമായി. 120-ാം മിനിറ്റിൽ കളി അവസാനിക്കുമ്പോൾ സൈമൺ ഇൻസാഗിയും ഇന്റർ താരങ്ങളും ആഘോഷം തുടങ്ങി. ബാഴ്സയുടെ യുവനിര ഗ്രൗണ്ടിൽ തളർന്നിരുന്നു. 2023-ൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുമ്പിൽ അടിയുറച്ച കിരീടം സാൻ സീറോയിൽ തിരിച്ചെത്തുന്നത് സ്വപ്നം കാണുകയാണ് ഇന്റർ ആരാധകർ. അവസാനം കാലിടറിയെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാഴ്സയുടെ യുവനിര അഭിനന്ദനം അറിയിക്കുന്നു. മെയ് 31-ന് അലൻസ് അരീനയിൽ നടക്കുന്ന ഫൈനലിൽ ആരായിരിക്കും ഇന്ററിന്റെ എതിരാളികൾ? കാത്തിരിക്കുക തന്നെ.